കമലഹാസൻ്റെ തഗ് ലൈഫിനെ സംബന്ധിച്ച കർണാടകയിലുണ്ടായ വിവാദങ്ങളും റിലീസും സുപ്രീം കോടതിയിലെത്തി. അതിലെ ആശയങ്ങളും വാക്കുകളും അതൊരു വളരെ ഡിബേറ്റബിളായിട്ടുള്ള വിവാദപരമായ എപ്പോഴും ചർച്ച നടന്നുകൊണ്ടിരിക്കുന്ന അവകാശവാദങ്ങൾ ഉന്നയിക്കുന്ന ഒരു വിഷയമാണെങ്കിലും അത് പറഞ്ഞതിൻ്റെ ലക്ഷ്യം ഒരു ഷണ്ടയായിരുന്നില്ല, മറിച്ച് ആ പാരമ്പര്യത്തിൻ്റെ അല്ലെങ്കിൽ സ്നേഹബന്ധത്തിൻ്റെ ചരടുകളാണ് കമലഹാസൻ അഴിച്ചുവിട്ടതെങ്കിലും അത് വിവാദമായി വേറൊരു തരത്തിലേക്ക് നീങ്ങി. ആ വിവാദമായപ്പോൾ തൻ്റെ സിനിമയുടെ ഭാവിയെക്കുറിച്ചോ ബാക്കിയുള്ള കാര്യങ്ങളോ ഓർത്താണെങ്കിൽ ഏതൊരാളും അപ്പോൾ തന്നെ അപ്പോളജി പറഞ്ഞ് മാപ്പ് പറഞ്ഞ് തടിയൂരേണ്ടതാണ്. എന്നാൽ അങ്ങനെ മാപ്പ് പറയാൻ താൻ ഉദ്ദേശിക്കുന്നില്ല എന്ന ഉറച്ച നിലപാടാണ് കമലഹാസൻ സ്വീകരിച്ചത്. നമ്മുടെ നാട്ടിൽ എമ്പുരാന് ഒരു വിവാദവും വാർത്തയും വന്നതോടുകൂടി മലയാളത്തിൻ്റെ മഹാനടൻ അതിന് മാപ്പ് പറയുകയും നിർമ്മാതാവ് അത് വെട്ടാൻ ആവശ്യപ്പെടുകയും മഹാനടൻ പറഞ്ഞ മാപ്പ് സാക്ഷാൽ പൃഥ്വിരാജ് എന്ന തീപ്പൊരി നടൻ ഷെയർ ചെയ്യുകയും ചെയ്തതുമൊക്കെ നമ്മൾ കണ്ടതാണ്. ആ കാലത്താണ് കമലഹാസൻ ഇത്തരത്തിലൊരു നിലപാടെടുത്ത് നിൽക്കുന്നത്. അദ്ദേഹം ഉന്നയിച്ച വാദങ്ങളും അത്തരം സംഗതികളുമൊക്കെ അത് ദുർബലമാണ്, അതൊരു അനാവശ്യമായ ചർച്ചയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉദ്ദേശശുദ്ധി അത് എന്തെങ്കിലും തരത്തിൽ മോശമായിരുന്നു എന്ന് ഈ വിവരത്തെ മൊത്തം അനലൈസ് ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നുമില്ല. അങ്ങനെ തഗ് ലൈഫ് വിവാദത്തിൽ ചിലത് പറയാനുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾ എത്ര പേർ ഈ തഗ് ലൈഫ് വിവാദം ശ്രദ്ധിച്ചിട്ടുണ്ട് എന്നറിയില്ല. ഈ തഗ് ലൈഫ് വിവാദം ഉണ്ടായത് ഒരാഗോള റിലീസായ തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് എല്ലാ സ്റ്റേറ്റുകളിലും പത്രസമ്മേളനം നടത്തിയ കൂട്ടത്തിൽ അതിൻ്റെ ഒരു റിലീസിംഗ് ഫംഗ്ഷൻ നടത്തിയതാണ് കർണാടകയിൽ. കമലഹാസനാണ് വേദിയിലുണ്ടായിരുന്നത്. അതുപോലെ കന്നഡയിലെ പ്രമുഖ സിനിമാ നടന്മാരും സംവിധായകരുമൊക്കെ അടക്കമുള്ള പലരും ഉണ്ടായിരുന്നു. അവിടെയാണ് സാക്ഷാൽ കമലഹാസൻ ഉന്നയിച്ച ഒരു വാദം വളരെ വികാരപരമായ വിദ്വേഷജനകമായ ഒരു സംഗതിയായി മാറിയത്. ആ വാദം വേറൊന്നുമല്ല, പണ്ട് മുതൽ നടക്കുന്നൊരു ചർച്ചയാണ്. ഈ ഇന്ത്യയിലെ വിവിധ ഭാഷകളുടെ എല്ലാം മാതാവ് അത് തമിഴ് ഭാഷയാണെന്നാണ് അതിൻ്റെ ഒരു സ്കൂൾ ഓഫ് തോട്ടുകാർ അവകാശപ്പെടുന്നതും അതനുസരിച്ചാണ് അവർ നിലപാടുകൾ എല്ലായിടവും പറയുന്നത്. എന്നാൽ മറുവശത്ത് മറ്റൊരു വാദഗതിയുണ്ട്. ഒരു പ്രോട്ടോ ദ്രവീഡിയൻ റൂട്ടിൽ നിന്നും ആണ് ഈ വ്യത്യസ്തങ്ങളായ ഭാഷകളൊക്കെ ഉണ്ടായത് എന്ന് പറയുന്ന ഒരു വാദവുമുണ്ട്. ആ പ്രോട്ടോ ദ്രവീഡിയൻ എന്ന് പറയുന്നത് ഈ ദ്രാവിഡ ഭാഷയുടെ വിവിധ സങ്കലനങ്ങളിൽ നിന്ന് ഈ തമിഴ്, തെലുങ്ക്, കന്നഡ അടക്കമുള്ള വ്യത്യസ്ത ഭാഷകൾ അതിൻ്റെ എല്ലാം ഒരു ബേസ് എന്ന് പറയുന്നത് ഒരു പ്രോട്ടോ ദ്രവീഡിയനാണ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഓഫ് തോട്ടുണ്ട്. മറുവശത്ത് ഇതെല്ലാം തമിഴ് മാത്രമാണ്, തമിഴിൽ നിന്നാണ് ഇതെല്ലാം ഉത്ഭവിച്ചത് എന്ന് നിർബന്ധപൂർവം അത്തരത്തിലൊരു സംഗതിക്ക് വേണ്ടി വാദിക്കുന്ന എഴുതിയിട്ടുള്ള ഒരുപാട് ആളുകളും ഉണ്ട്. ഇത് പണ്ട് മുതലേ തുടങ്ങിയ ഒരു ചർച്ചയാണ്. അതുകൊണ്ടാണ് ഈ ഭാഷാ വിഷയങ്ങളിലൊക്കെ അങ്ങനെ ഹിന്ദിക്കാരൻ്റെ ഹിന്ദി നിൻ്റെ കയ്യിൽ വെച്ചോളൂ എന്നും തമിഴ് ഞങ്ങൾ നടത്തിക്കോളാം എന്ന് പറയുന്ന ഒരു ചങ്കുറപ്പും ഒരു കരളുറപ്പുമൊക്കെ ഈ തമിഴ്നാട്ടുകാരൻ പ്രയോഗിച്ചത് ഈ ഒരു ഉത്തമ ബോധ്യത്തിൽ നിന്നാണ്, അല്ലെങ്കിൽ അവൻ്റെ ഒരു വാദത്തിൽ നിന്നാണ്. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ വളരെ അതിതീവ്ര ദേശീയതയുടെ എന്ന് വെച്ചാൽ പ്രാദേശികമായ ഈ സംസ്ഥാനങ്ങളിൽ പോലും ഉള്ള ഒരു വൈകാരികമായ സംഗതിയുടെ ഒരു ഗൗരവ ഭാഷ്യമാണ് ഇത്തരം ഭാഷാ വിഷയങ്ങളൊക്കെ. അത് തമിഴ്നാടിന് പണ്ട് മുതലേ ഉള്ള ഒരു സംഗതിയാണ്. അതുകൊണ്ടാണ് പലതിലും തീപ്പൊരി മറുപടികൾ അവർ കൊടുക്കുന്നത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം കേന്ദ്രത്തിൻ്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്ന് 2026 ഈ തമിഴ്നാട് തങ്ങൾ ഭരിക്കും എന്ന് പറഞ്ഞ് മണിക്കൂറുകൾക്കകം അതിൻ്റെ ബ്രേക്കിംഗ് ന്യൂസ് പോകുന്നതിൻ്റെ മണിക്കൂറുകൾ കഴിഞ്ഞപ്പോൾ സ്റ്റാലിൻ്റെ പ്രസ്താവന വന്നു, നിങ്ങൾ US ഭരിച്ചാലും തമിഴ്നാട് ഭരിക്കില്ല എന്ന് പറഞ്ഞിട്ട്. അത്ര ഷാർപ്പാണ് അവരുടെ അറ്റാക്ക്. എന്ന് മാത്രമല്ല, അവിടെ ഈ പറഞ്ഞതുപോലെ ഈ സംഘപരിവാറിൻ്റെ വളർച്ചയ്ക്ക് ഏത് തരത്തിലുള്ള കോംപ്രമൈസുകൾ ഉണ്ടാക്കി പൂട്ടാമോ അങ്ങനെ പൂട്ടിയാണ് ഈ ദ്രാവിഡ രാഷ്ട്രീയം അല്ലെങ്കിൽ ദ്രവീഡിയൻ രാഷ്ട്രീയം ഈ തമിഴ്നാട്ടിൽ നിലകൊള്ളുന്നത്. പക്ഷേ ഇന്നത്തെ കാലത്ത് ഇതിനെ ഒരു പ്രോട്ടോ ദ്രവീഡിയൻ പശ്ചാത്തലത്തിൽ ചിത്രീകരിച്ച് അതിനെ ഒരു സൗത്ത് ഇന്ത്യൻ ഭാഷ്യം നൽകി അങ്ങനെ ഒരു ചേർത്ത് പിടിക്കലാണ് ഏറ്റവും കരണീയമായിട്ടുള്ളത് എന്ന വാദമാണ് എനിക്കുള്ളത്. കാരണം അങ്ങനെ ഒരു പ്രോട്ടോ ദ്രവീഡിയൻ പശ്ചാത്തലത്തിൽ അതിനെ കൊണ്ടുവരുമ്പോഴേക്കും വിവിധ ഭാഷകൾ അങ്ങനെയൊക്കെ വരും. ഇപ്പം നമ്മൾ ഭാഷ ഒരു വൈകാരികമായ സംഗതിയാണല്ലോ. അതിലാകെ എനിക്ക് തോന്നുന്ന ഒരു ആത്മാർത്ഥതയില്ലാത്ത മലയാളികളായ നമുക്ക് മാത്രമാണ്. നമുക്കെപ്പോഴും
ഇംഗ്ലീഷ് ഭാഷ സംസാരിക്കുന്നവനോടാണ് വലിയ ആദരവ് തോന്നുന്നത്. എന്നാൽ തമിഴ്നാട്ടിലൊക്കെ അവൻ്റെ ഭാഷയും അവൻ്റെ വികാരവും അത് കന്നഡയിലുമുണ്ട്, തെലുങ്കിലുമുണ്ട്, ആന്ധ്രയിലുമുണ്ട്, ഹിന്ദിക്കാരനുമുണ്ട്. മലയാളിയെ സംബന്ധിച്ചിടത്തോളം അതില്ല. ഒരർത്ഥത്തിൽ പറയുമ്പോൾ അങ്ങനൊരു സങ്കുചിത വികാരത്തിൽ തളയ്ക്കപ്പെടുന്ന ഒരു വിശാല മനസ്സുള്ള ആളല്ല മലയാളി എന്നൊക്കെ നമുക്കിങ്ങനെ നീട്ടിപ്പരത്തി എന്താ പറയുന്നത്, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. പക്ഷേ യഥാർത്ഥത്തിൽ അതില്ല എന്നുള്ളതാണ്. ഏതായാലും ഇങ്ങനെ ഒരു പശ്ചാത്തലത്തിലാണ് ഈ തഗ് ലൈഫ് എന്ന് പറയുന്ന സിനിമയിൽ റിലീസുമായി ബന്ധപ്പെട്ട് ഈ പത്രസമ്മേളനം നടക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒന്നാം ഭാഗമാണ് ഞാൻ പറഞ്ഞത്. ഈ ഭാഷാപരമായ സംഗതിയുടെ ഒരു ചരിത്ര പശ്ചാത്തലമാണ് ഞാൻ ഈ പറഞ്ഞ പ്രോട്ടോ ദ്രവീഡിയൻ ചിന്താഗതിയും തമിഴ് റൂട്ട് ചിന്താഗതിയും. ഇതിനെ ഒരു പ്രസ് കോൺഫറൻസിൽ അവതരിപ്പിക്കുമ്പോൾ ഈ കമലഹാസൻ ഈ സ്നേഹം പ്രകടിപ്പിച്ചുകൊണ്ട് പറഞ്ഞതാണ്, പറയുമ്പോൾ നമ്മളൊക്കെ സഹോദരങ്ങളാണ് എന്ന് പറഞ്ഞാൽ കന്നഡ ഭാഷ ഉണ്ടായിട്ടുള്ളത് തമിഴിൽ നിന്നാണ്. ആ തമിലിയൻ റൂട്ട് എന്ന് പറയുന്ന ആ സ്കൂൾ ഓഫ് തോട്ട് പുള്ളി പ്രയോഗിച്ചു. അത് നമ്മൾ ഈ സൗഹൃദത്തിന് പറയുമല്ലോ. ഇപ്പോൾ ഉദാഹരണത്തിന് സൗദി അറേബ്യയിലെ ഏതെങ്കിലും ചടങ്ങിൽ പ്രസംഗിക്കുമ്പോൾ അറബികളും നമ്മളും തമ്മിലുള്ള ബന്ധം പറയാൻ വേണ്ടി കച്ചവടത്തെക്കുറിച്ച് പറയുന്നത് പോലെ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ചെല്ലുമ്പോൾ നമ്മൾ സിൽക്ക് റൂട്ട് പറയുന്നത് പോലെ, ഡച്ചുകാരുടെയും ഫ്രഞ്ചുകാരുടെയും ഒക്കെ അത്തരം റൂട്ടുകൾ പറയുന്നത് പോലെ, പണ്ട് ബ്രിട്ടീഷുകാർ ഈ സമൂഹത്തിൽ വിദ്വേഷമുണ്ടാക്കാൻ വേണ്ടി വെള്ളക്കാരും ആര്യന്മാരും ഒന്നാണ്, അതായത് ഇവിടുത്തെ ബ്രാഹ്മണരും നമ്മുടെ UK വെള്ളക്കാരും മച്ചാ ആണ് എന്ന് പറഞ്ഞ് തിയറി ഉണ്ടാക്കിയതുപോലെ അത്തരമൊരു പ്രസംഗമാണ് കമൽഹാസൻ അവിടെ നടത്തിയത്. പക്ഷേ സംഗതി കൈവിട്ടുപോയെന്ന് മാത്രമല്ല, അത് വലിയ വിവാദമായി. കാരണം ഒളിച്ചും പാത്തും പറഞ്ഞതോ ഏതെങ്കിലും പോഡ്കാസ്റ്റിൽ പറഞ്ഞതോ രഹസ്യമായ ഇൻ്റർവ്യൂവിൽ പറഞ്ഞതോ അല്ല. കർണാടകയിലാണ് പറഞ്ഞത്. കന്നഡ നടന്മാരൊക്കെ വേദിയിലിരിക്കുമ്പോഴാണ് ഈ കാര്യം പറഞ്ഞത്. പക്ഷേ സംഗതി കത്തിയെന്ന് വെച്ചാൽ കർണാടകയിലെ രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ സിനിമാ നടന്മാർക്കോ ആർക്കും കമലഹാസനെ പിന്തുണയ്ക്കാൻ കഴിയാത്ത സ്ഥിതി വന്നു. അവർക്കും അറിയാം അദ്ദേഹം പോസിറ്റീവായി പറഞ്ഞതാണെന്ന്. കോടതിയിൽ ചെന്നപ്പോഴോ, എന്നാൽ കോടതി ഒന്ന് ശമിപ്പിക്കേണ്ടതല്ലേ ഇത്? കോടതി പറയേണ്ടത് എന്താണ് അതിൻ്റെ പശ്ചാത്തലമെന്ന് പരിശോധിക്കട്ടെ, അതിലെന്തെങ്കിലും സ്പർദ്ധയുണ്ടാക്കുന്ന സംഗതി ഉണ്ടോ എന്ന് പരിശോധിക്കട്ടേന് പകരം കോടതിയും വളരെ വൈകാരികമായി പ്രതികരിച്ചു. അങ്ങനെ വലിയ മിടുക്കനൊന്നും ആവരുത്, അങ്ങനെ പറഞ്ഞ എന്തിനാണ്, നിർബന്ധപൂർവ്വം മാപ്പ് പറയണം എന്ന് കമലഹാസനോട് പറഞ്ഞു. യഥാർത്ഥത്തിൽ കോടതി അപ്ഹോൾഡ് ചെയ്യേണ്ടത് ജനങ്ങളുടെ വികാരം മാത്രമല്ലല്ലോ, അതിലൊരു ഫ്രീഡം ഓഫ് എക്സ്പ്രഷൻ ഒരു വലിയ കമ്പോണൻ്റ് ഉണ്ട്. ആ ഫ്രീഡം ഓഫ് എക്സ്പ്രഷനുള്ള സ്കോപ്പ്, പ്രൊട്ടക്ഷൻ ഇതിൽ നൽകാമോ എന്ന് പരിശോധിക്കട്ടെ, അല്ലെങ്കിൽ എന്താണ് അതിൽ കുറ്റകരമായിട്ടുള്ളത് നോക്കട്ടെ എന്നൊക്കെ പറയുന്നതിന് പകരം ഈ കത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആളി അങ്ങ് കത്തി. ആ സന്ദർഭത്തിലാണ് ഇതിൻ്റെ മൂന്നാമത്തെ എൻ്റെ പോയിൻ്റ്. ആ പോയിൻ്റ് വേറൊന്നുമല്ല, ഇങ്ങനെ ഒരു വിവാദം ഉണ്ടാവുമ്പോൾ സാധാരണ വളരെ പെട്ടെന്ന് ഏതെങ്കിലും സിനിമാ നടന്മാരാണെങ്കിൽ അത് മാപ്പ് പറഞ്ഞ് തടിയൂരേണ്ടതാണ്. കാരണം എത്ര കോടി രൂപയുടെ സിനിമയാണ്, എത്ര കോടി രൂപ കളക്ഷൻ ഉണ്ടാവേണ്ടതാണ്. ഇതെല്ലാം ഓർത്ത് മാപ്പ് പറയുന്നതാണ് സാധാരണയുള്ള രീതി. പക്ഷേ കമൽഹാസൻ പറഞ്ഞത് എന്നെ തെറ്റിദ്ധരിച്ചതാണ്, ഞാൻ പറഞ്ഞ വാക്കുകൾ തെറ്റിദ്ധരിച്ചതാണ്, അങ്ങനെ ഞാൻ ഉദ്ദേശിച്ചിട്ടേയില്ല എന്ന് വിചാരിച്ച് അതിൽ മാപ്പ് പറയാൻ ഞാൻ തയ്യാറല്ല എന്ന നിലപാട് സ്വീകരിച്ചു. അത് അഭിനന്ദിക്കേണ്ട ഒരു നിലപാടാണ്. നമ്മൾ സാധാരണ പറയുമല്ലോ, ഭീരു പലതവണ മരിക്കും, ധീരൻ ഒരു തവണയെ മരിക്കുള്ളൂ എന്ന് പറയുന്നത് പോലെ ധീരമായ ഒരു നിലപാടാണ് കമൽഹാസൻ അക്കാര്യത്തിൽ സ്വീകരിച്ചത്. അദ്ദേഹം അതിന് തയ്യാറായില്ല. അതുകൊണ്ട് തന്നെ തഗ് ലൈഫ് അവിടെ റിലീസാക്കാൻ പറ്റിയില്ല. സംരക്ഷണം കൊടുക്കാൻ രാഷ്ട്രീയമായി കോൺഗ്രസിനോ മറ്റുള്ളവർക്കോ സാധിക്കില്ല. അതെല്ലാം വളരെ വൈകാരികമായ സംഗതിയായി മാറി. ഇപ്പോൾ സുപ്രീം കോടതിയിൽ അതിന് പ്രൊട്ടക്ഷൻ ആവശ്യപ്പെട്ടുകൊണ്ട് ആ സിനിമയുടെ നിർമ്മാതാവും സംവിധായകനും എല്ലാവരും കൂടി എത്തിയിരിക്കുന്ന സ്ഥിതിയിലാണ് കാര്യങ്ങൾ ചെന്ന് നിൽക്കുന്നത്. ഇതിനിടയിൽ കമൽഹാസൻ DMKയുടെ സഖ്യകക്ഷിയായി അങ്ങ് രാജ്യസഭയിലേക്കും പോയി. രാജ്യസഭയിൽ അങ്ങനെയുള്ള ഒരാളുണ്ടാകേണ്ടത്, രാജ്യമറിയുന്ന ഒരാളുണ്ടാകേണ്ടത്, ഇപ്പോഴത്തെ കാലത്ത് അത്തരം ഫേസുകൾ അവിടെ ഉണ്ടാകേണ്ടത് ആവശ്യമാണ്. അത്തരമൊരു തീരുമാനമെടുത്ത സ്റ്റാലിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിൽ 3 കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്ന്, ഈ തമിഴ് റൂട്ട് പ്രോട്ടോ ദ്രാവീഡിയൻ റൂട്ട് എന്ന് പറയുന്ന ഒരു വിവാദത്തിൽ ഞാൻ പ്രോട്ടോ ദ്രവീഡിയൻ പക്ഷത്താണ്, തമിഴിൻ്റെ പക്ഷത്ത് അങ്ങനെ ഞാൻ നിലയുറപ്പിക്കുന്നില്ല. രണ്ടാമത്തെ ഒരു പോയിൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം സതുദ്ദേശത്തിൽ സ്നേഹം പങ്കുവച്ചതാണ്. മൂന്നാമത്തേത് അത്ഭുതപ്പെടുത്തിയ കമൽഹാസൻ്റെ നിലപാടുമാണ്. അതിന് പിന്തുണ കൊടുത്ത സ്റ്റാലിൻ്റെ നിലപാടും പ്രശംസനീയമാണ്.